ഹലോ ഹായ്. രേണുവിൻ്റെയും സുധിയുടെയും മൂത്ത മകൻ കിച്ചുവിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ലൈവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഷമീന ബീഗം, മോശമായിട്ടല്ല ചുമ്മാതെ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചഴിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സോഷ്യൽ മീഡിയയിലേക്ക്. കിച്ചു ലൈവാണ്. അപ്പോൾ കിച്ചു ഇന്നലെ ഒരു ലൈവായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കിച്ചു ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. കിച്ചു മദ്യപിച്ച് വണ്ടി ഓടിച്ചു, പോലീസ് പിടിച്ചു, എന്നിട്ട് രായ്ക്ക് രാമനെ രാത്രി ചെന്ന് രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചനാണ് കിച്ചുവിനെ ജാമ്യത്തിൽ ഇറക്കിയത് എന്നൊക്കെയുള്ള രീതിയിലെ വീഡിയോ ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് കിച്ചും കിച്ചുവിൻ്റെ ഫ്രണ്ടും കൂടി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സംഭവമാണ്. അവർ ഓൾറെഡി പറയുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കിച്ചും കിച്ചുവിൻ്റെ കൂട്ടുകാരനും കൂടി കോട്ടയത്തുള്ള കൂട്ടുകാരന്മാരെ കാണാൻ വന്ന സമയത്ത് അവർ എല്ലാവരും കൂടി പറഞ്ഞു തെങ്ങിൻ്റെ കള്ളുണ്ടല്ലോ അത് കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയിട്ട് കള്ള് കുടിച്ച്, കൂട്ടുകാരൻ കുടിച്ചില്ല, കിച്ചുവും മറ്റുള്ള കൂട്ടുകാരും കുടിച്ചു, ഈ കൂടെ പോയവൻ കുടിച്ചില്ല, ഈ ഇരിക്കുന്നവൻ കുടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അവർ വണ്ടി ഓടിച്ച് രാത്രിയിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു വന്ന് വണ്ടി വീട്ടിലെത്താറായ സമയത്ത് പോലീസ് വന്ന് പിടിച്ചിട്ട് ചെത്തുന്ന കള്ള് കുടിച്ചു. അത് കഴിഞ്ഞ് പോലീസ് പിടിച്ചു. അത് കഴിഞ്ഞ് പോലീസ് പറഞ്ഞ് പിന്നെ കുടിക്കാത്തവൻ്റെ അടുത്ത് പറഞ്ഞു നീ ബൈക്കും എടുത്ത് പുറകെ വരാൻ പറഞ്ഞു. അവർ പോലീസ് ജീപ്പിലും ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് അവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെറ്റി അടിച്ചു കൊടുത്തു. ഇവരൊക്കെ പെറ്റി അടിച്ചു കൊടുത്തു. അപ്പോൾ രാത്രി ഒരുപാടായി. അല്ലെങ്കിൽ ഒരു തങ്കച്ചൻ്റെ ആരും അവിടെ ചെന്നിട്ട് അവരെ ഇറക്കിയതല്ല. അവർ രണ്ടുപേരും പോലീസ് അപ്പം തന്നെ വിട്ട്. ഇത് കൊലപാതക കേസോ വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ സ്റ്റേഷൻ ജാമ്യത്തിന് അവരെ വിട്ടു. അവർ രാത്രി തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയ കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഒരു രാത്രി 1 മണിയൊക്കെ ആയി. ആ സമയത്താണ് പോലീസ് വന്നതും പിടിച്ചതും ഒക്കെ. അപ്പോൾ ആ കാര്യമാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്നിട്ട് കുറേ ആൾക്കാർ അമ്മയുടെ കാര്യം എന്താ അമ്മയെ ഉപദേശിക്കാതെയെന്ന്. കിച്ചു എന്ന് പറയുന്നത് പിന്നെ രേണുവിൻ്റെ മകനല്ല. കിച്ചുവിന് ഒരു 13 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും രേണുവിനെ സുധി വിവാഹം കഴിച്ചത്. എന്ന് പറഞ്ഞാൽ 2018 ഒരു കല്യാണം കഴിച്ച സ്ഥലത്ത് കാണിച്ചത്. അപ്പോൾ 2018 എന്ന് പറയുമ്പോൾ എന്തായാലും കിച്ചുവിന് ഒരു 13 വയസ്സോളം ഉണ്ട്. അപ്പോൾ ടീനേജ് തുടങ്ങിയ ഒരു പയ്യനാണ്. അപ്പോൾ ഒരിക്കലും കിച്ചുവിനെ രേണുവിന് വളർത്തേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പോൾ പിന്നെ നമ്മളെ മക്കളെ വളർത്തുന്ന പറഞ്ഞാൽ കുഞ്ഞുനാളെ ജനിച്ചപ്പോൾ തൊട്ട് അല്ലെങ്കിൽ ഒരു വയസ്സിലെ വളർത്തി 10, 12, 13 വയസ്സ് വരെ വളർത്തുമ്പോഴാണ് അവരെ മക്കളെ വളർത്തുക എന്നുള്ളൊരവസ്ഥ വന്നത്. പിന്നെ അവർ താനെയും വളർന്നോളും. പിന്നെ അവരെ തന്നെ ഒരു ടീനേജിലേക്ക് വന്നു. ആ സമയത്താണ് രേണുവും സുധിയുമായിട്ടുള്ള വിവാഹം അവരൊരുമിച്ച് ചേർന്നത്. വിവാഹം കഴിച്ചില്ല, അത് പിന്നീടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുമിച്ച് ചേർന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു രണ്ടാനമ്മ എന്ന് പറയുമ്പോൾ അവന് നല്ല അറിവും പക്വതയും ഉണ്ടായതിനു ശേഷം വന്ന ഒരു രണ്ടാനമ്മയാണ്. അപ്പോൾ എങ്ങനെയാണ് അവൻ രേണുവിനോട് പറയുക നിങ്ങൾ അങ്ങനെ അഭിനയിക്കാൻ പോകുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ അവനത് പറയുന്നുണ്ട്. അത് അമ്മയുടെ ഇഷ്ടമാണ്, അമ്മയുടെ ഇഷ്ടം ചെയ്യുന്നു, അതാണ് എന്താണ്, അത് ഞാനത് അന്വേഷിക്കാൻ പോകാറില്ല, ഞാനതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറുമില്ല എന്നത് കറക്റ്റ് മറുപടിയാണ്. കാരണം അവൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവന് രേണുവുമായിട്ട് യഥാർത്ഥത്തിൽ എന്ത് ബന്ധമാണുള്ളത്? അവൻ്റെ അച്ഛൻ്റെ 2ാം ഭാര്യ. പിന്നെ അവനുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അവൻ്റെ അനിയനെ പ്രസവിച്ചു. അവൻ്റെ അനിയനുണ്ട് അവിടെ. ആ അനിയനുമായിട്ട് മാത്രമേ ഉള്ളൂ കിച്ചുവിനെ സംബന്ധിച്ചോളം. കിച്ചുവിന് ഇപ്പം എന്താ, അവനെ മാത്രം നോക്കിയാൽ മതി. അല്ലാണ്ട് അമ്മ ഇങ്ങോട്ട് പോകുന്നു, അമ്മ പിന്നെ അല്പവസ്ത്രം ധരിക്കുന്നു, അമ്മ ഫാഷൻ ഷോ ചെയ്യുന്നു, അമ്മ വേറെ വല്ല മോശമായിട്ടുള്ള രീതിയിൽ ഭയങ്കര വൾഗറായിട്ട് അഭിനയിക്കുന്നു, ഇതൊന്നും അവൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് കറക്റ്റ് ഡിസിഷൻ. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ, ഈ ഷമീന ബീഗം അറിയാമല്ലോ, ഷമീന ബീഗം ഒക്കെ ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പോട്ടെ. കാരണം ഞാനിപ്പോൾ പുതിയതായിട്ട് വന്ന ആളൊന്നുമല്ല. ഞാൻ 2018-19 തൊട്ട് ചാനൽ നടത്തുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ചാനൽ കോപ്പിറൈറ്റ് വന്ന് പോയത് കൊണ്ടാണ് ഞാൻ കുറേ നാളായിട്ട് ചാനലൊന്നും ഇല്ലാതെ ഇങ്ങനെ മൂലയിലൊതുങ്ങിയിരുന്നത്. എനിക്ക് ഒരുവിധ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് എനിക്ക് പോയി. ഞാൻ ആരുടെയും കോപ്പി അടിച്ചത് കൊണ്ടല്ല, ബിഗ് ബോസിൻ്റെ ലൈവ് എടുത്ത് 1 മിനിറ്റ് ഇട്ടാം. അന്ന് എൻ്റെ അടുത്ത് ജിനൂസ് വ്ലോഗും എല്ലാം പറഞ്ഞതാണ് അനക്ക് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർത്തില്ല. 1 മിനിറ്റിൻ്റെയൊക്കെ ഉള്ളൂ. 1 മിനിറ്റിൻ്റെ 4 വീഡിയോ ഇട്ടിട്ട് എൻ്റെ ചാനൽ അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. അപ്പോൾ മാക്സിമം നോക്കി, പക്ഷേ തിരിച്ചെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് പിന്നെ ഞാൻ ചാനൽ വേണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ചാനൽ, വാർത്താ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചാനൽ ഇപ്പോഴും കറക്റ്റായിട്ട് നിലവിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾ, ഇതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എനിക്കൊരു ചാനലില്ലായിരുന്നു. അപ്പോൾ ഞാൻ 1 വർഷം മുമ്പ് ഇത് തുടങ്ങിയതാണ്. പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും ഇടാനുള്ള സമയമില്ലായിരുന്നു. അപ്പം നമ്മൾ ഇവരെയൊക്കെ പക്ഷേ അതുകൊണ്ട് പുതിയതായിട്ട് ഉദയം ചെയ്ത ഒരാളൊന്നുമില്ല. ആരോട് പറയുന്നു പുതിയതായിട്ട് വന്ന ആൾ
ആൾക്കാർക്കും രേണുവിനെ കുറിച്ച് പറയാനുള്ളത്. പുതിയതായിട്ട് വന്നല്ല, നിങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് എത്രയോ നാൾ മുമ്പ് നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെന്നറിയാം. മോണിറ്റൈസ് 6 മാസം കഴിഞ്ഞപ്പോൾ 2019 തന്നെ മോണിറ്റൈസ്ഡ് ആയി. അത്രയായിട്ട് മുന്നോട്ട് പോയ ചാനലാണ്. ഇപ്പോഴും നമുക്ക് മോണിറ്റൈസ്ഡ് ആയില്ല, ഒന്നും ആയില്ല. കാരണം നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇഷ്ടമുള്ളവർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളും നമ്മുടെ പ്രതികരണങ്ങൾ, എൻ്റെ പ്രതികരണങ്ങൾ ഞാൻ വിമർശിക്കേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും വിമർശിക്കും. നമ്മൾ അൺനെസസറി ആയിട്ട് വിമർശിക്കില്ല. അനാവശ്യമായിട്ട് ഒരാളിനെയും മോശമായിട്ട് പറയില്ല. നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന നമ്മൾ സൊസൈറ്റിയിൽ ഒരു പാലിക്കേണ്ടതായ, സൊസൈറ്റിയിൽ ബോധിപ്പിക്കേണ്ടതായ, പാലിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കും, എന്തിനാണ് നമ്മൾ സമൂഹത്തെ നോക്കി ജീവിക്കാൻ പറ്റുന്നത്? അതൊന്നും ആരും പറയണില്ല. സമൂഹത്തെ നോക്കി ആരും ജീവിക്കണ്ട. എന്നാലും നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് മാനേഴ്സ് ഉണ്ട്, കുറച്ച് ബിഹേവിയർ ഉണ്ട്. നമ്മൾ ആരോടൊക്കെ എങ്ങനെ പെരുമാറണം, നമ്മൾ എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ വീട്ടിലെ അടുക്കളയിൽ സംസാരിക്കുന്ന കണക്ക് ചിലർ വീഡിയോ ഇടുന്നുണ്ട്. വീട്ടിലെ അടുക്കളയിൽ സംസാരിക്കുന്ന ഭയങ്കര തെറിയും പച്ചത്തെറിയും ഒക്കെ വിളിച്ചിട്ട്, അതൊക്കെ അവരുടേതായ ഓരോരുത്തർക്കും ഓരോരുത്തരുള്ള എന്താ പറയുക സ്റ്റാൻഡേർഡും ഓരോരുത്തരുടെ മാനേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് അവർ കീപ്പ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കുക തന്നെ ചെയ്യും. നമ്മൾ കണ്ണിൽ കാണുന്നത് പറയുക തന്നെ ചെയ്യും. തിരിച്ച് അവർക്കും ആവാം, നമ്മളെയും ചിത്തറി പറയാം, നമ്മളെയും ചീത്ത പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അതുകൊണ്ട് മതി. ഇപ്പം എല്ലാവരും നമ്മളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങളൊക്കെ പുതിയ ആൾക്കാരും വന്നിട്ട് രേണു സുധിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനൊന്നും പുതിയ ആൾക്കാരല്ല. ഞാനൊക്കെ നിങ്ങളൊക്കെ ചാനൽ തുടങ്ങുന്നത് എത്രയോ മുമ്പേ, ഈ പറഞ്ഞ ആൾക്കാർ തുടങ്ങി 2022 2023 ഞാനൊക്കെ എത്രയോ മുമ്പേ ചാനൽ തുടങ്ങി. 2019 മോണിറ്റൈസേഷനുമായി അതെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ചാനലിൻ്റെ ഉടമസ്ഥയായിരുന്നു ഞാനും. ഇപ്പം നമ്മുടെ ചാനലിൽ നിർഭാഗ്യം കൊണ്ട് ബിഗ് ബോസിൻ്റെയാണ് എടുത്തിട്ട്. ബിഗ് ബോസിൻ്റെ 4 വീഡിയോ 1 മിനിറ്റ് 1:30 അങ്ങനെയുള്ള കുഞ്ഞു വീഡിയോ ആണ്. അതിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് അടിച്ചു പോയത് കൊണ്ടാണ് ഞാനൊക്കെ ഇപ്പം വീണ്ടും അത് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. കാരണം അത് കോപ്പിറൈറ്റ് 1 വർഷമായി. ഇത് ഞാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. പക്ഷേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വെറും 30 വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ഇപ്പോഴാണ് സ്ഥിരമായിട്ട് ഇടണം, കുറച്ചും കൂടി സമയമൊക്കെ കിട്ടി നമ്മൾ ഇടാൻ തുടങ്ങിയത്. ഇത് മാത്രമല്ല, എനിക്കൊരു 2-3 ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ഓരോ വിഷയങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഉള്ള ചാനലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നിങ്ങൾക്ക് ഒരിക്കലും എൻ്റെ കൂടെ കൂടിയാൽ നഷ്ടമാവില്ല. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നിയമപരമായിട്ടുള്ള കാര്യങ്ങളായാലും കൗൺസിലിംഗ് ആയാലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഇടാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതേ കണക്കുള്ള വീഡിയോസും ഇടുന്നതായിരിക്കും. അപ്പോൾ കിച്ചൻ്റെ വീഡിയോ കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. കാരണം അതുൽ ബ്ലോഗിനെ ഇന്നലെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ പിടിക്കുകയല്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക്